அன்பார்ந்த பெரியவருக்கு வணக்கம். மாட்டுப்பட்டி, உசிலாம்பட்டி, கிழக்காம்பட்டி, கரிப்பட்டி பஸ் 1/2 மணி நேரத்துக்குள்ளே புறப்படுகின்றேன். நிம்மதியா தூங்குறதுக்கு வாஞ்சான சீட்டு, குடிக்க தண்ணி எல்லாமே ബസ്സുക്കുള്ളേ കിടക്കും. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രാമങ്കിരി, ചേന്നങ്കിരി എന്നീ ഭാഗങ്ങൾ കണ്ടെയ്ൻമെന്റ് സോൺ ആയിക്കൊണ്ട് ആ ഭാഗത്തോട്ട് വണ്ടികൾ ഉണ്ടായിരിക്കുന്നതല്ല, പകരം വള്ളങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങോട്ടുള്ള യാത്രക്കാർ എത്രയും പെട്ടെന്ന് തുഴയുമായി വള്ളത്തിൽ കയറുക. നാരായണ സ്വാമിയേ, സ്വാമി ശരണം. സ്വാമി ശരണം. പമ്പയ്ക്ക് ബസ്സുണ്ടോ? തിരക്കിയിട്ട് പറയാം. അല്ല, ഇവിടെ തിരക്കി അറിയാനൊക്കെ അല്ലേ? അതാ ഞാൻ പറഞ്ഞ അവിടെ തിരക്കിയിട്ട് ഞാൻ പറയാന്നാ പറഞ്ഞേ. എന്റെ ഭഗവാനെ, സ്വാമി ശരണയ്യപ്പോ. ഇന്നലെ എങ്ങാണ്ട് യാത്ര പോയപ്പോ യാത്രക്കാരെ കൂമ്പൊക്കെ ഇടി കിട്ടിയല്ലേ നെഞ്ചിനിട്ട്? നീ വന്നേ കണ്ടക്ടർ ചോദിക്കട്ടെ. ഇന്നലെ ഇവിടുന്ന് ഒരു ബസ് പോയി, ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ പോയുള്ളൂ. എന്തുകൊണ്ടാണ് യാത്രക്കാരെ കയറ്റാതെ പോയത്? കൂട്ടമാ പോകും. ഇവിടുത്തെ കണ്ടക്ടറാ. ഓ, കേരളത്തിൽ നിന്ന് വന്ന തമിഴനല്ലേ? അല്ലല്ല, ഇവിടെ വന്ന തമിഴ്നാട്ടിലെ ഡ്രസ് ഇട്ട് നടക്കുകയാണ്. മലയാളിയാണ്. ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, തമിഴ്നാട്ടിലെ ബസ് കണ്ടക്ടറായിട്ട് പോകാൻ പാടില്ലെന്ന്. തമിഴ്നാട്ടിൽ പണിയെടുക്കാൻ പറ്റിയല്ല, പട്ടിയെ പണിയെടുക്കാൻ പണിയെടുക്കണം. കേരളത്തിലാണെങ്കിലാ പണിയെടുക്കുമ്പോൾ കാണിച്ചാ മതി, കറക്റ്റ് ആയിട്ട് ശമ്പളം കിട്ടും. വരുമെന്ന് തോന്നുന്നില്ല. ഇത് മിമിക്രി നിർത്തി ജോലിക്ക് കയറിയാണെന്ന് തോന്നുന്നു. ഡ്യൂട്ടി തുടങ്ങിയിട്ടില്ല, വണ്ടി എടുത്തിട്ടില്ലല്ലോ. ഡ്യൂട്ടി തുടങ്ങിയാലും ഇല്ലെങ്കിൽ 5 മണിക്ക് എന്റെ ഡ്യൂട്ടി തീരും. ട്രിപ്പിന്റെ ഇടയിൽ ഞാൻ ഒരു 10-100 ഒപ്പിച്ചോളാം. നീ ഒരു സാധനം എടുത്ത് വെക്ക്, വന്നിട്ട് നമുക്ക് കൂടാന്നേ. എവിടെ ഞാൻ സംസാരിക്കുന്നുണ്ട്. എന്താ സംഭവം? ബാലൻസ് ഇല്ലാത്ത താനാണ് ഈ തലക്കെട്ടും കൊണ്ട് നടക്കുന്നത്. അതല്ല, ടിക്കറ്റ് എടുത്തിന്റെ ബാലൻസ് കിട്ടിയില്ല. ചേഞ്ച് ഇല്ലെന്ന്. ഭഗവാനെ, ഇയാൾക്ക് നല്ലത് തന്നെ കൊടുക്കണേ. ഇവിടെ കുറച്ച് ആൾക്കാരായിട്ട് സംസാരിക്കാൻ സമ്മതിക്കില്ലെന്ന്. സാറിന്റെ അച്ഛന്റെ പ്രായമല്ലേ? ആ ചാക്കിട്ട് താഴെ വെച്ചിട്ട് ഈ ബാഗിൽ നിന്ന് ചില്ലറ കൊടുക്കാൻ പാടില്ല, അയാൾക്ക് ഓടിക്കേണ്ട കാര്യമുണ്ട്. എന്നിട്ട് വേണം യൂണിയൻകാർ വന്ന് എന്റെ പടലിക്കിട്ട് കയറാൻ. അതെ, താനധികം സംസാരിക്കണ്ട. ഇത് കേരളമാണ്, കേരളം. ഇപ്പൊ കുത്തി സംസാരിച്ച മനസ്സിലായി, കേരളമാണ്. കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറും കേട്ടാ യാത്രക്കാരോട്. ആണോ? വളരെ മോശമായിട്ട്. ഇത് കൊള്ളാന്ന്. സാറേ, ഇതേതാ ബസ്? KSRTC ബസ്. സാറേ, അതല്ല, ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന്? മുകളിലേക്കാ. ഇതിനകത്ത് കയറുന്ന ആളുകളുടെ കാര്യമല്ല ചോദിച്ചത്, ഇത് കോയമ്പത്തൂരോട്ട് പോകുന്നാ ചോദിച്ചത്. പോവാണെങ്കിൽ എനിക്ക് കോയമ്പത്തൂരെ പോകണമായിരുന്നു സാറേ, ഇച്ചിരി താമസമുണ്ട്. കോയമ്പത്തൂർ ബസ് ഞാനുണ്ട്. കണ്ടു പഠിക്കണ സാറേ. അവരിപ്പോ 3ാമത്തെ ബസ്സാണ് അവർ ഫില്ല് ചെയ്ത് പോണത്. കണ്ടായിരുന്ന? നിങ്ങൾ ഒറ്റ ബസ് പോലും പോകണല്ലോ. അവർ ആൾക്കാരെ വിളിച്ചോണ്ട് പോണ കണ്ട? നിങ്ങൾ ലാസ്റ്റ് കാലിക്ക് പുറകെ ഓടാനായിട്ട് നടക്കണം. എനിക്കറിയാൻ വേണ്ടി ശബരിമലയ്ക്ക് പോകാൻ വന്നതാണ്. ഞാൻ ശബരിമലക്ക് പോകാൻ വന്നതാണ്. എന്നാ അത് അന്വേഷിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണം. അയ്യപ്പ ഭക്തന്മാരെ പ്രത്യേക സ്ഥലത്തേക്ക് പമ്പയിലോട്ടുള്ള ബസ് ഉടൻ തന്നെ പുറപ്പെടുന്നതായിരിക്കും. സ്വാമി ശരണം. അതെ, പമ്പയിലേക്ക് ഏത് ബസ്? A430. A430. എന്റെ പൊന്നു സുഹൃത്ത്, അത് മെക്കാനിക്സുകാർ പണിയെടുക്കണം. അതിന്റെ അകത്ത് അവരും മലയ്ക്ക് പോകണോ? കറുത്ത ഡ്രസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. കറുത്ത ഡ്രസ് അല്ല, ഗ്രീസ് പറ്റി കറുത്തായി പോയതാ. ഇപ്പൊന്മാരാണ്, കണ്ണും കാണത്തില്ലാത്ത ആൾക്കാരൊക്കെ. പമ്പയ്ക്കുള്ള ബസ് ഇല്ല. തെങ്കാശി, ശിവകാശി, മദ്രാശി ബസ് പോകപ്പോരെ. എന്നടാ ഈ തെറി വിളിച്ചു പറയണത്? തെറിയൊന്നും അല്ല. ഇപ്പൊ എത്രാമത്തെ 4ാമത്തെ ബസ്സാണ് ഈ പോണത്. നിങ്ങളുടെ ഒരു ബസ്സെങ്കിലും പോയിട്ടുണ്ടോ? നിങ്ങളുടെ പമ്പയ്ക്കും ബസ്സില്ല. അല്ല, ഞാൻ പമ്പയ്ക്ക് സ്വാമിക്ക് എന്താ സൂക്കേട്? ഞാൻ വന്നിരുന്ന് കുറെ നേരമായിട്ട് കാണുമല്ലോ. നിങ്ങളുടെ പോണില്ലല്ലോ. സ്വാമി പറയുന്നതിലും കാര്യമുണ്ട്. 4 ബസ് പോകുമ്പോൾ നമ്മുടെ ഒരു ബസ്സെങ്കിലും പോകണ്ടേ? അതേ പറഞ്ഞോളൂ. പോണം. കിടക്കണ ബസ് പോകാൻ പാടില്ലേ? ഇത് പോകാൻ പാടില്ലേ? കോയമ്പത്തൂര് A430 ഇത് കോയമ്പത്തൂർ പോകാൻ പാടില്ലേ? പിന്നെ പോകാത്തെ? ഡ്രൈവറിന് പറ്റത്തില്ല. അതിന്റെ ഡ്രൈവർ ആരാ? ഞാനാ. ഇവിടെ താനല്ലേ ഡ്രൈവർ, അതുകൊണ്ട് പിന്നെ വണ്ടി എടുത്തോട്ട് എനിക്ക് പോകാൻ പാടില്ലേ? എന്റെ സാറേ, അതിന് ബാക്കിൽ ടയർ ഇല്ല. പുതിയ വണ്ടിക്ക് ബാക്കിൽ ടയർ ഇല്ലെന്ന്. ശരിയാണല്ലോ. എന്റെ ടയർ ഇവിടെ പുതിയ വണ്ടി, അതിന്റെ ടയർ എന്തിയാണോ? എങ്ങോട്ട് നോക്കിയേ. മെക്കാൻ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് 6-7. ഇനി സമ്മേളനം കഴിഞ്ഞ് ടയർ എടുത്ത് അതേ പിറ്റ് ചെയ്താലേ കോയമ്പത്തൂർക്ക് പോകാൻ പറ്റൂ. എന്റെ ദൈവമേ, റൂട്ടിലോടിക്കൊണ്ടിരിക്കണ വണ്ടിയുടെ ടയർ എടുത്താണ് സംസ്ഥാന സമ്മേളനത്തിന്റെ ബോർഡ് ഉണ്ടാക്കണം. ഒരു ബാനർ വലിച്ചു കെട്ടിയാൽ പോരായിരുന്ന? പിന്നെ എങ്ങനെ ഇത് നഷ്ടത്തിലാകാതിരിക്കും? അല്ല, ഇപ്പൊ ഈ കോയമ്പത്തൂർ ബസ്സിരിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യാനാ നിങ്ങളുടെ പരിപാടി? അത് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. സ്വാമിയുടെ പണി നോക്കി. അല്ല, ഒറ്റ ബസ്സും പോണില്ല, ആൾക്കാർ കയറി ഇരിക്കുക. എല്ലാ വിഷയത്തിലും അങ്ങ് തലയിടല്ലേ? സ്വാമി ഒന്നും കൺസെഷൻ തന്നെന്നും പറഞ്ഞു.
അല്ലേ ചെറിയ പരിപാടിയുണ്ട് 10 പൈസ കിട്ടിയാ കഴിക്കുവോ? ഇല്ല. ഇല്ലല്ലോ. ആ എന്നാ അവിടെ ഇരിക്ക്. കോയമ്പത്തൂര് ആൾക്കാരൊക്കെ കോയമ്പത്തൂർ ഈ വണ്ടി പോകത്തില്ല. ബാബാ ഇറങ്ങി വാ, ഇറങ്ങി വാ. കോയമ്പത്തൂർ ബസ് പോകാൻ പോണേ ബാ, ബാ, ബാ. ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ. வாங்க சார் வாங்க சார் வாங்க சார் കോയമ്പത്തൂർ வாங்க 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 കേറിക്കോ. வாங்க കേറി കേറി കേറി. வாங்க சார் வாங்க சார் കോയമ്പത്തൂരില്ലേ? അല്ല ഇത് ഇങ്ങ് വന്നേ. ஆ, என்ன சொல்லுங்க சார் 10,000 രൂപയുടെ വകുപ്പ് ഒപ്പിച്ച് തന്നിട്ടുണ്ട്. தேங்க்யூ சார் അപ്പൊ എനിക്ക് എന്തെങ്കിലും കിട്ടൂലോ? 500 ரூபா கிடக்கும் കിടക്കോ ഇരിക്കുവോ എന്തെങ്കിലും താ. ஓகே சார் ഓക്കെ அல்லது ஓகே ஓகே എങ്ങനെയുണ്ട്? ഒമ്പത് കൊള്ളാം. 250 രൂപ അങ്ങ് വരും. അത് മതി. ഏ? ഓക്കെ ഇതാ പരിപാടിയല്ലേ ഇതിനായി ടയർ ഊരി വെച്ചേക്കുന്നു സ്വാമിയുടെ പണി ഈ നോക്ക്. മെക്കാനിക് ഒക്കെ ഉണ്ട് ഇവിടെ ഇത് ശരിയാക്കാൻ പാടില്ല പിന്നെ മെക്കാനിക് ഉണ്ടോ? ശിവശങ്കരനുണ്ട്. ആ. അതുകൊണ്ടാ ടയർ ഊരി വെച്ചത്. എന്നിട്ട് അയാളോട്? അവനെ കാണുന്നില്ല, ശിവശങ്കരനെ കാണണ്ടേ? ശിവശങ്കരോ, എന്നതാ ശിവശങ്കര? ഈ സ്റ്റേഷനിലെ ബസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് നന്നാക്കാത്തത് തെറ്റ്. അതുപോലെ സമയാസമയം ഓയിൽ സർവീസ് മാറാത്തതും തെറ്റ്. റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാതെ ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോകുന്നതും തെറ്റ്. ആരുടെ തെറ്റ്? എന്റെ തെറ്റ്. ഇതൊക്കെ തള്ളിക്കൊണ്ട് വരുന്നത് ഞാൻ. പിന്നെ എങ്ങനെ KSRTC നഷ്ടത്തിൽ ഓടാതിരിക്കും? വണ്ടി തള്ളാൻ രാവിലെ പോയി മെക്കാനിസം നന്നായിരിക്കും. അതുകൊണ്ടല്ലേ KSRTC നഷ്ടത്തിൽ വരുന്നത്. നഷ്ടത്തിലാണെന്ന് പറയരുത്. അതിനാ ആ നഷ്ടത്തിലാവാൻ ഒരു പ്രധാന കാരണമുണ്ട്. എന്ത് കാരണം? നമ്മുടെ എംബ്ലം ശരിയല്ല. എംപ്ലോ അല്ല എംപ്ലോയീസ് ആണ് ശരിയാകാത്തത്. അതാണ് കാരണം നമ്മുടെ KSRTCയുടെ എംബ്ലം എന്താണ്? ആന. ആന എങ്ങനെയാണ് പോകുന്നത്? ആന പതുക്കെയാണ് പോണത്. ആണോ? അതുകൊണ്ടല്ലേ ബസ്സും പതുക്കെ പതുക്കെ പോകുന്നത്. ആനയാണ് ഈ പ്രശ്നം. ആനയെ മാറ്റിട്ട് വല്ല കടുവയോ ചീറ്റപ്പുലിയോ സിംഹത്താക്കി ബസ്സൊക്കെ ചീറിപ്പാഞ്ഞു പോയെന്ന്. അപ്പൊ ആനയാണ് പ്രശ്നം. ആനയാണ് പ്രശ്നം. ഓക്കെ, ഞാൻ മന്ത്രിയോട് പറഞ്ഞ ഈ എംബ്ലം മാറ്റിയിരിക്കും. ഓക്കെ സാർ. കൂടെ നിന്നെ മാറ്റി. കേരളത്തില് KSRTC നഷ്ടത്തിലാകാൻ എംബ്ലമൊന്നും അല്ല കാരണം. പിന്നെ പുത്തൻ KSRTC ബസ് കൊണ്ടുവന്ന് വെട്ടിപ്പൊളിച്ച് തട്ടുകടയാക്കി. അറിയാമായിരുന്നോ? അത് തന്നെ പുതിയ വോൾവോയുടെ സീറ്റ് എടുത്ത് ഡ്രൈവർക്ക് ഇരിക്കാനുള്ള ക്യാബിൻ ഉണ്ടാക്കി. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ചെയ്തതല്ലേ? അത് മാത്രമാണ് ഇപ്പൊ പച്ചക്കറി കട തുടങ്ങിയേക്കുവാന്ന്. ആ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നുള്ള പേര് മാറ്റിയിട്ട് കേരള കർഷക റോഡ് തട്ടുകട കോർപ്പറേഷൻ എന്നായിരിക്കും എന്റെ ഒരു നിഗമനം. ശരണം. എന്തായാലും ഈ ചെയ്ത ഒരു നല്ല കാര്യമാണ്. കാരണം കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടികളെല്ലാം ഇതുപോലെ ഒരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് ഇറങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അതുകൊണ്ട് ലാഭമുണ്ട് ഇപ്പൊ KSRTCക്ക്. അല്ലെ ചുമ്മാ ഇങ്ങനെ വണ്ടി ഇട്ടോണ്ടിരുന്ന സമയത്തോടായിരുന്നു കഴിഞ്ഞാൽ നഷ്ടമല്ലേ? അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. പള്ളിയില്ല ഞാനോ? ഓ സോറി മാറിപ്പോയി. ശബരിമല പറഞ്ഞാൽ ആ മതി. അതെ ഇങ്ങനെ വന്നേ. എന്നോട് ചൂടായിട്ടോ വന്നെ യാത്രക്കാരോട് മെക്കിട്ട് കയറിട്ടോ കാര്യമില്ല. നിങ്ങൾ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ നോക്ക്. പിന്നെ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അവിടെ കണ്ട തമിഴന്മാർ കണ്ട ഇവിടെ വരുന്ന ആൾക്കാരെ കൂടെ വിളിച്ചോണ്ട് പോവുകയാണ്. നമുക്ക് എങ്ങനെ ഇത് ലാഭത്തിലാക്കാന്നുള്ളത് നിങ്ങൾ അയാളെ വിളിച്ച് ചോദിച്ചു നോക്ക്. ഹലോ അണ്ണാച്ചി. அடே ഒന്ന് വന്നേ. ஆளை தருவா ആ ആളെ തരാം. അതെ നിങ്ങൾ എങ്ങനെയാണ് ഈ ആളെ കൂട്ടുന്നത് ശരിക്കും വണ്ടിക്കകത്ത്? அது வந்து சார் ஒரு பஸ்ஸுக்கு ஒரு டிரைவரும் ஒரு கண்டக்டரும் இருக்கு. അത് ഞങ്ങൾക്കും ഉണ്ടല്ലോ. ഒരു ബസ്സിൽ കണ്ടക്ടറും ഡ്രൈവറും ഉണ്ട്. இந்த மாதிரி வேலை செய்யாத ആൾക്കാരല്ല ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഡ്രൈവിംഗ് അറിയും. ആ കണ്ടക്ടർക്ക് അറിയില്ല, എനിക്കറിയാം. ഡ്രൈവിംഗ് അറിയാം. ആ ടിക്കറ്റ് കൊടുക്കാൻ അറിയാമോ? കണക്ക് തെറ്റും സർക്കാർ നഷ്ടമാവും. ഇതാ നമ്മുടെ കണക്കൂട്ടിൽ തെറ്റണ ജോലിക്കാരെടുത്ത് ആ சார் வண்டிக்கு சின்ன ப்ராப்ளம் வந்தா நாங்க തന്നെ ശരിയാക്കിടും. ആ ഇവിടെ അങ്ങനെ ഒരു മുട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ വർക്ക്ഷോപ്പിൽ വിളിച്ചു പറയും. ആ സമയത്ത് ഇവന്മാര് വരത്തില്ല. 3 ദിവസം കഴിഞ്ഞാൽ സ്പോട്ടിലെത്തുള്ളൂ. നിങ്ങൾ ഉത്തരവാദിത്തം ഇല്ലാത്ത ഓടുന്നതുകൊണ്ടാ ഇവിടെ നഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കത്തിന് എന്റെ വണ്ടി ഓടിച്ചല്ലോ. ആ വെള്ളപ്പൊക്കത്തിന് നീയൊക്കെ ഓടിച്ച് മഴ പെയ്ത് വെള്ളം കയറിയ വണ്ടി അതിലെ പോകാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ വണ്ടി ഒരുമിച്ച് ഓടിക്കും. എന്നിട്ട് കേടാക്കിയിട്ട് വീട്ടിൽ പോയിരുന്ന് അങ്ങനെ തവല വായിക്കും. നീയൊക്കെ അറിയാവാ? ചോദിച്ചു കഴിഞ്ഞാൽ പറയും റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, ഈ ജാതിക്കാത്തോട്ടമുണ്ടെന്ന് പറയും. സാധാരണക്കാരാണ് വലയാണ്. അറിയാവാ? ഇത്ര വലിയ കാര്യമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് നിങ്ങൾ ആരാ? ഞാൻ അത് പറയാം. നിങ്ങൾക്കൊരു ഗതാഗത വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ. അയാളുടെ പേരെന്താ? അയാളുടെ പേര് ഒരു ക്ലൂ പറയാമോ? മന്ത്രിയുടെ പേര് ക്ലൂവോ? ഡിപ്പാർട്ട്മെന്റിന്റെ അയാളുടെ പേര് അറിയാൻ പാടില്ല. എന്നാ അങ്ങനെ ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയോട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ഗതാഗത വകുപ്പ് മന്ത്രി. ആ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഞാൻ. ഇത് കണ്ട ഞാനാ നിങ്ങളുടെ ഗതാഗത വകുപ്പ് മന്ത്രി. ആഹാ എന്നാ പോലീസ് കേസ് കൊടുക്കും. എന്നാ കാര്യത്തിന്? ആൾമാറാട്ടത്തിന്. എന്തിന്? മന്ത്രി നീതി പാലിക്കുക. സംയുക്ത ട്രേഡ് സമിതിയുടെ സിന്ദാബാദ്. നീതി പാലിക്കുക. ആൾമാറാട്ടം അവസാനിപ്പിക്കുക. എടുത്തിക്ക്. ഈ ട്രേഡ് യൂണിയൻ എന്തിനാ ഉണ്ടാക്കിയെന്നറിയാവാ? നിങ്ങളുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഉണ്ടാക്കിയതാണ്. അത് ഞങ്ങൾക്കെതിരെയും ജനങ്ങൾക്കെതിരെയും തിരിയണമെങ്കിൽ അത് പിരിച്ചുവിടാൻ ഞങ്ങൾക്കറിയാം. എല്ലാത്തിനും ഞാൻ സസ്പെൻഡ് ചെയ്യും. പറഞ്ഞേക്കാം. സാറേ ഞങ്ങൾ തൊഴിലാളികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഭാഗത്തും കുറച്ച് തെറ്റൊക്കെ ഇല്ലേ? ഞങ്ങളുടെ ഭാഗത്ത് എന്ത് തെറ്റി? ഞങ്ങൾക്ക് 5-6 മാസമായി ശമ്പളം കിട്ടിയിട്ട് പെൻഷൻ പോലും ശരിയായിട്ട് കിട്ടുന്നില്ല. ഒരു നട്ട് മാറ്റിയിടാൻ ഞങ്ങൾക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. പക്ഷെ ഒരു നട്ടിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് 24 മണിക്കൂറും തേരെ പോരെ കയറിറങ്ങി കിടക്കണം അത് കിട്ടാൻ വേണ്ടി. അറിയാവോ? അല്ല അത് ശരിയാണ്. തൊഴിലാളികളുടെ മാത്രം ഭാഗത്തല്ല തെറ്റി. ഞങ്ങളുടെ ഭാഗത്തും കുറച്ച് തെറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ മാറ്റി നല്ല രീതിയിലേക്ക് മുന്നോട്ട് വരാം. തരാനുള്ള ശമ്പള കുടിശ്ശിക തരാം, പെൻഷൻ തരാം. കറക്റ്റ് ആയിട്ട് ജോലി ചെയ്യണം എല്ലാവരും. അത് നിങ്ങൾ ഓക്കെ ആണോ? ജോലി ചെയ്യാ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നഷ്ടം നമുക്ക് പരിഹരിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങളിവിടെ മിന്നൽ പണിമുടക്ക് നടത്തും. ഇതാ കുഴപ്പം.
അതോടൊപ്പം നിനക്കൊക്കെ ജോലി കിട്ടി കഴിയുമ്പോ ഒരു മിന്നൽ പണി മുടക്ക്. അതുകൊണ്ട് എല്ലാത്തിലും ഞാൻ ഇപ്പൊ തന്നെ സസ്പെൻഡ് ചെയ്യാൻ പോവാ. ആഹാ, കാണിച്ചു തരാം ഞാൻ. സാറേ ഓ, സാറങ്ങ് സസ്പെൻഡ് ചെയ്തോ കേട്ടോ. എന്താ? സാറിന് ഇനി 1 വർഷം കൂടി അല്ലേ ഉള്ളൂ. 1 വർഷം കൂടി ഞാൻ അധികാരത്തിലുണ്ട്. അത് കഴിഞ്ഞ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി വരുമല്ലോ. ആ, വരും. അപ്പൊ കാണാം ഞങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇരിക്കും? ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കും. എന്റെ ദൈവമേ, ഒരു കാലത്തും ഈ ഡിപ്പാർട്ട്മെന്റ് നന്നാവില്ല. സ്വാമി ശരണം. ആ, ആ, ആ.